Yes, good afternoon. Good afternoon, sir. Good afternoon. Good afternoon. Okay, Haskia, Good afternoon, Haskia, Veena, Gia, good afternoon. Good afternoon, sir. Oh yes, good afternoon. Sir, നിങ്ങൾ സ്ക്രീൻ ഒന്ന് പിൻ ചെയ്ത് വെക്കോ? Yes. നിങ്ങൾ സ്ക്രീന് പിൻ ചെയ്ത് വെക്കോ, അപ്പൊ കുറച്ച് വലുതായി കാണും. മറ്റേത് നിങ്ങൾ ഞങ്ങളെ പോലെ ചെറിയൊരു ബോക്സിലാ കാണുന്നത്. കുഴപ്പമില്ല. എനിക്ക് എല്ലാവരും ഒന്ന് പേര് നോക്കാലെന്ന് ചോദിച്ചാൽ അങ്ങനെ ചെയ്ത് വെച്ചാണ്. വലുതാക്കണോ? യെസ്. Okay, that's here. Yes. അപ്പൊ നമുക്ക് ആരംഭിക്കാം. Let us start. Okay, very good, Ranjini. Very good. Okay. Yes. Sarida. Sarida? Do, sir. Yes. Very good. വളരെ innocent ആണല്ലോ Sarida. How are you, Sarida? Fine, sir. Where are you from? എവിടെ നിന്നാ വരുന്നത്? Hello. എവിടെ നിന്നാണ്? സ്വന്തം നാട് എവിടെയാണ്? Angela, sir. Angel. So? Angel. അഞ്ചൽ. Angel. Yes, അഞ്ചൽ കൊല്ലം ഡിസ്ട്രിക്ട് അല്ലേ? യെസ്. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ സരിത, ഞാൻ ചുമ്മാ ഒരു കാര്യം ചോദിക്കുക. സരിത, പ്ലീസ് ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവർ സെൽഫ്. സരിത ഒന്ന് പരിചയപ്പെടുത്തി. സരിത ഒന്ന് പരിചയപ്പെടുത്തി. സാർ, എന്റെ പേര് സരിത. ഓക്കെ. ഹലോ സാർ, എന്റെ പേര് സരിത. ഞാൻ അഞ്ചലാണ് താമസിക്കുന്നത്. ഞാൻ ഹൗസ് വൈഫാണ്. 2 കുട്ടികളുണ്ട്. അത്രയൊക്കെ ഉള്ളു. യെസ്. ഇനി അതൊരു ഇംഗ്ലീഷിൽ പറഞ്ഞേ. തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. മൈ നെയിം ഈസ് സരിത. മൈ നെയിം ഈസ് സരിത. യെസ്. അയ്യോ സാർ, പറഞ്ഞോ, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. മൈ നെയിം ഈസ് സരിത. മൈ നെയിം ഈസ് സരിത. I am coming from Anchal, Kollam district. Okay. I am a housewife. Very good. Then. ഇനി എന്തെങ്കിലും നേരത്തെ പറഞ്ഞതിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചേർക്കട്ടോ. നേരത്തെ പറഞ്ഞപ്പോ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കാം. ഞാൻ ഹൗസ് വൈഫ് ആണ്. വെരി ഗുഡ്. ഓക്കെ. യെസ് സരിത, വെരി ഗുഡ്. ഓക്കെ. നീനു. കൊല്ലം. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ സരിത പറഞ്ഞു, സരിതയെ പരിചയപ്പെടുത്തി. അപ്പൊ നീനും നോക്കി കഴിഞ്ഞപ്പോൾ സരിത പറയാൻ വിട്ടുപോയി എന്ന് തോന്നിയ ഏത് പോയിന്റ് ആണ്? ഇന്നതും കൂടി സരിത ഉൾപ്പെടുത്തേണ്ട. സരിത മ്യൂട്ട് ചെയ്തോ, കുഴപ്പമില്ല. സരിത ഇന്ന പോയിന്റ് കൂടി പറയേണ്ടതായിരുന്നു എന്ന് തോന്നിയ ഒരു പോയിന്റ് പറയാമോ? ക്വാളിഫിക്കേഷൻ പറയാമായിരുന്നു. യെസ്, വെരി ഗുഡ്. അപ്പൊ സരിത, ഞാൻ എവിടെ വരെ പഠിച്ചു, മൈ ക്വാളിഫിക്കേഷൻ അത് പറഞ്ഞില്ല. പിന്നെ വെരി ഗുഡ്. നീനു, വെരി ഗുഡ് ഒബ്സർവേഷൻ. ഓക്കെ, വെരി ഗുഡ്. ശരിക്കും സാറേ, ഇന്ന് നമുക്ക് പ്രയറും സൈനിങ്ങും ഒക്കെ പറയാൻ പ്രിപ്പയർ ആയിരുന്നില്ല. അപ്പം എനിക്ക് സൈനിങ് പറയണമെന്ന്. ശരി, രണ്ടാമത് ആരംഭിക്കാം. ആരാണ് ഇന്ന് പ്രയർ? നിങ്ങൾ പറയണ്ടേ?
അത് പറയാൻ തുടങ്ങിയപ്പോഴേക്ക് സാറ് പെട്ടെന്ന് ക്ലാസ് സ്റ്റാർട്ട് Yes. ചെയ്തു. അപ്പൊ അത് അപ്പൊ ഇടയ്ക്ക് ചേർക്കണം. സാറേ ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ സ്റ്റോപ്പ് ചെയ്യില്ലേ? റെഡി ആയിട്ടില്ല അതിന്റെ. ഓക്കെ, ഹൂ ഈസ് ഡൂയിങ്? നമുക്കത് ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. ഓക്കെ, ആരാണ് പ്രയർ? ഞാനല്ല. ഞാനാണ് പ്രയർ. ഓക്കെ, അഫ്ന പറഞ്ഞോളൂ. അഫ്ന. ആലന്തയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിന്നേകാതിരനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമത്തിപ്പതും തിരുമുമ്പിൽ. അഫ്ന, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വിധി പറയും ദിവസത്തിന്റെ അധിപൻ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. തോട്ട് ഓഫ് ദി ഡേ. സൈനിങ് ആണ് പറയേണ്ടത് സാർ. യെസ്, നീതു. ഓക്കെ. Good afternoon, sir. Good afternoon, my dear friends. To be frank, I'm really excited because of Job sir classes in a good way of teaching. So I welcome Job sir and my dear friends to the section. Thank you so Yes. much. Thank you all. Okay, Neelu. Very good, very good, very good. Then signing on. സൈനിങ് ആണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഇനി അത് തോട്ട് ഓഫ് ദ ഡേ ആണ് സാർ. Good afternoon, sir, and my dear friends. I am Shilu, and today's thought is: believe you can, and you are halfway there, which means self-belief is crucial for achieving your goals, and confidence is the first step towards it. Yes, very good, Shilu. So confidence is the first step for everything. അല്ലേ? ആത്മവിശ്വാസം അത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. However, your starting is very good. Well begun, half is done അല്ലേ? നന്നായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ പകുതി അവിടെ കൊണ്ട് തന്നെ അവസാനിച്ചു. ബാക്കി പകുതി പിന്നെ നോക്കിയാൽ മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഇനി അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ നേരത്തെ സെറ്റ് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഒരു പോയിന്റ് നീന് പറഞ്ഞു, ജിയ Jaykumar. Good afternoon, sir. Yes, Jia. Where are you from? Jia, where are you? I am from Thiruvananthapuram. Yes, you are coming from Thiruvananthapuram. അപ്പൊ പിന്നെ കുഴപ്പമില്ല, കൊല്ലം ജില്ലയുടെ അരികത്തുള്ള ആള് തന്നെയാണ്. നോ പ്രോബ്ലം. അപ്പോ നേരത്തെ സരിത പറഞ്ഞതില് വിട്ടുപോയി എന്ന് തോന്നിയ വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ട്? നീന് പറഞ്ഞത് പറയണ്ട, വേറെ ഏതെങ്കിലും? മക്കളുടെ കാര്യം പറഞ്ഞില്ല അല്ലേ? യെസ്. അപ്പൊ അതും കൂടി പറയാമായിരുന്നു എന്ന് തോന്നി. ഫാമിലി എത്ര പേരുണ്ട്, ആ ഒരു ഡീറ്റെയിൽസ് കൂടി ഉൾപ്പെടുത്താമായിരുന്നു അല്ലേ? അതാണ് ഉദ്ദേശിച്ചത്. അതെ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. യെസ്. ദെൻ ആനിസ് എനി. Aniseni. Okay, Aniseni, how are you? Aniseni, you mic on agitilo. Mic on aku. Yes. I am fine. Yes, okay. Aniseni, where are you from? I am from Malappuram. You are coming from Malappuram. Okay. അപ്പൊ സരിത പറഞ്ഞത് കേട്ട് കാണുമല്ലോ. ആ പറഞ്ഞതില് വിട്ടുപോയ 2 പോയിന്റുകൾ ഒന്ന് നീനും ജിയും പറഞ്ഞു. ഇനി ആനീസ് തോന്നിയത് പറഞ്ഞു. ഇനി എന്താണ് പറയണ്ടേ? പറയാത്ത എന്തെങ്കിലും പോയിന്റ്? മക്കളെ കാര്യം പറഞ്ഞു. എന്താ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. ക്വാളിഫിക്കേഷന്റെ കേസ് പറഞ്ഞു. ഓക്കെ. പിന്നെ വീട്ടിലെ മെമ്പേഴ്സ്, ഫാമിലി ഡീറ്റെയിൽസ് കുറച്ച് പറഞ്ഞു. മെമ്പേഴ്സ് പറയാമായിരുന്നു.
2 members ഉണ്ടായിരുന്നു. They have 2 members എന്ന് പറയാം. പറയാമായിരുന്നു. പിന്നെ അത് ഇത് രണ്ടും എല്ലാവരും എന്തെങ്കിലും പോയിന്റ് ഹോബീസ് ഒക്കെ പറയാം. ആ ഓക്കെ, ഞാൻ പറയാം രഞ്ജുഷ. ഓക്കെ ഓക്കെ, അനീസെ എന്തെങ്കിലും? We have 5 members in our house. എന്ന് പറയാമായിരുന്നു അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ രഞ്ജുഷ പറയൂ, രഞ്ജുഷയ്ക്ക് തോന്നിയത് എന്താണ്? രഞ്ജുഷ ഹോബീസ് ആ ഹോബീസ് പറയാം. ഹോബി പറഞ്ഞില്ല. ഓ യെസ് യെസ് യെസ്, വാട്ട് ഈസ് മൈ ഹോബി എന്നുള്ള ചോദ്യത്തിന്റെ ആൻസർ ഹരിത പറഞ്ഞില്ല. അത് പറയാമായിരുന്നു. രഞ്ജുഷ, വേർ ആർ യു ഫ്രം? ഐ എം ഫ്രം എറണാകുളം. എറണാകുളം. എറണാകുളത്ത് എവിടെയാണ്? മുളന്തുരുത്തി. ഏഹ് മുളന്തുരുത്തി. കുളന്തിരുത്തി. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പൊ ഹോബി പറഞ്ഞില്ല. പിന്നെ എന്തെങ്കിലും ഉണ്ടായി രഞ്ജുഷ? ഹോബി അല്ലാതെ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഷിലു കണ്ട എന്താണ് പ്രത്യേകത? എന്തെങ്കിലും വിട്ടുപോയ പോയിന്റ് എന്തായിരുന്നു ഷിലു? എയിം അല്ലെങ്കിൽ ഗോള് പറയാമായിരുന്നു. യെസ്, ഹരിതയുടെ എയിം എന്താണെന്ന് പറയാമായിരുന്നു. ലക്ഷ്യം ജീവിതത്തില് അല്ലെങ്കിൽ ഗോൾ രണ്ട് സെയിം ആണ്. ജീവിതത്തിൽ എനിക്ക് ഇന്നതാവണം എന്നുള്ള ആഗ്രഹം, അത് പറയാമായിരുന്നു. യെസ്, ഇപ്പൊ അത് സരിത ഇങ്ങനെ വർക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു ജോലിക്ക് ഒരു ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ അവിടെ നമ്മൾ അവതരിപ്പിച്ചാലത് നമ്മൾ പറയുന്നത് കേട്ട് കഴിയുമ്പോൾ നമ്മളത്തിന് എടുക്കാൻ തോന്നണം. അപ്പൊ ഓക്കെ, അപ്പൊ സരിത ഇത് കൂട്ടി വെക്കണം. യെസ്, ശരിയാണ്, ഞാൻ എന്റെ ക്വാളിഫിക്കേഷൻ പറയാൻ പറ്റുപോയി, ഞാൻ എന്റെ എയും പറയാൻ പറ്റുപോയി, ഞാൻ എന്റെ ഹോബിനെ കുറിച്ച് പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് എത്തുകയാണ് എന്തെല്ലാമാണ് സെൽഫ് ഇൻട്രൊഡക്ഷനിൽ വേണ്ടത് എന്ന്. ഓക്കെ ഷിലു, വെരി ഗുഡ് ഒബ്സർവേഷൻ. എയും പറയാമായിരുന്നു. പിന്നെ ഇനി വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം. രഞ്ജുഷ അടുത്ത പോയിന്റ് പറയണം. വർക്കിംഗ് എക്സ്പീരിയൻസ് പറയാമായിരുന്നു. ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട്, ഇന്നതാണ് എന്നുള്ളൊരു വർക്കിംഗ് എക്സ്പീരിയൻസ്. ഓക്കെ ഓക്കെ രഞ്ജുഷ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ് സ്നേഹ പറയാൻ പോയത്? സ്കിൽസ് പറയായിരുന്നു. എന്തോ സ്കിൽസ് എന്തേലും. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, കറക്റ്റ് ആയിരുന്നത് കേട്ടോ. സ്നേഹയുടെ നാട് എവിടെയാണ്? അങ്കമാലി. അങ്കമാലി. യെസ്, ഓക്കെ ഓക്കെ. സ്നേഹക്കുള്ള സ്കിൽ ഏതാണ്? ക്രാഫ്റ്റ് വർക്ക്. ക്രാഫ്റ്റ് വർക്ക്. പാടാൻ അറിയോ? ചെറുതായിട്ട്. ചെറുതായിട്ടൊരു പാട്ട് പാടിയെന്നാലും വരി. യെസ്. എനിക്ക് മലയാളത്തിൽ ഞാൻ പുറകോട്ടാണ്. മലയാളം എനിക്ക് അത്രയ്ക്ക് ഫ്ലുവൻസി കിട്ടില്ല. യെസ്, മതി. ഏത് ഭാഷയാണ്? ഞാന് ബേസിക്കലി കർണാടകയാണ് എന്റെ വീട്. കല്യാണം കഴിച്ചിട്ടാണ് കേരളത്തിലേക്ക് വന്നത്. അതെ. ജനിച്ചത് എവിടെയാണ്? കർണാടകയില, മാംഗ്ലൂർ. അല്ല, മലയാളി കുടുംബമല്ലേ അവിടുത്തെ കർണാടകയില? അതെ, മലയാളി കുടുംബം. പറയാൻ മാത്രമേ അറിയത്തുള്ളൂ, എഴുത്തും വായനൊന്നും അറിയില്ല. യെസ്. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങൾ അറിയുന്നുണ്ടോ ടീച്ചർ സ്നേഹ ഏത് അവസ്ഥയിലാണെന്നുള്ള കാര്യം? അപ്പൊ നിങ്ങൾ അറിയണം. യെസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കർണാടകയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാൻ ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. കർണാടകയുടെ എക്സ്പെർട്ടായ ഒരാൾ ആരും കൂടെയുണ്ട്, നമ്മുടെ കൂടെയുണ്ട്. യെസ്, അപ്പൊ അതൊന്ന് നല്ല കാര്യമല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ സ്നേഹയ്ക്ക് അറിയാവുന്ന ഭാഷയുടെ പോലെ ഹിന്ദിയോ കർണാടകയോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പാട്ടല്ലേ, ഞങ്ങൾ എങ്ങനെ വന്നാലും ആസ്വദിച്ചോളൂ അല്ലേ മേരി? വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അരളിത ഹൃദയ ഈ സമയ ಭಕ್ತಗೆ ನೀಡು ನೀನಭಯ. ಅರಳಿದ ಹೃದಯ ಈ ಸಮಯ ಭಕ್ತಗೆ ನೀಡು ನೀನಭಯ. ഓക്കെ സ്നേഹ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അർത്ഥം പിടികിട്ടില്ലെങ്കിലും കേൾക്കാൻ രസമുണ്ട് അല്ലേ ഹസീന? യെസ്, ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഏത് സിനിമാ പാട്ടായിരുന്നു പാടിയത്, അല്ലെങ്കിൽ വേറെ വല്ലതായിരുന്നു? പ്രയർ സോങ് ആണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോ
സ്കില്ല് പറയാമായിരുന്നു. ഓക്കെ, അപ്പൊ സരിത വിട്ടുപോയ ഒരു പോയിന്റ് അതും കൂടിയാണ്. സരിതയുടെ സ്കില്ല് പറഞ്ഞത്. സരിതക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഈ ഭാഷകളൊക്കെ അറിയാമെങ്കിൽ അത് പറയാമായിരുന്നു. ഐ ക്യാൻ ഹാൻഡിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ലാംഗ്വേജസ്. ഒരുപക്ഷെ സരിത പോയി നിൽക്കുന്ന അവർക്ക് തമിഴ്നാട്ടില് ഒരു ഓഫീസ് ഉണ്ടെങ്കിൽ അപ്പൊ അങ്ങോട്ടേക്ക് സരിതനെ വേണമെങ്കിൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. യെസ്, നോർത്ത് ഇന്ത്യയിലൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് സരിത പറയാനായിട്ട് വിട്ടുപോയി. അപ്പൊ അത് പറയാൻ വേണ്ടി എഫിഷ്യൻസി പറയാമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ എന്ത് തോന്നി? വേറെ ആർക്കെങ്കിലും പറയാം കേട്ടോ. നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞോളൂ. സർ വീക്ക്നെസ്. വീക്ക്നെസ് പറയാമായിരുന്നു അല്ലേ? ഓ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓ വിദ്യ, ഐ എം ഫ്രം എറണാകുളം. യു ആർ ഫ്രം എറണാകുളം. എറണാകുളത്ത് എവിടെയാണ്? ഇടപ്പള്ളി. ഇടപ്പള്ളി, യെസ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ അത് വേണമെങ്കിൽ പറയാമായിരുന്നു എന്നല്ലേ? എനിക്ക് ഇങ്ങനെ വീക്ക്നെസ് ഉണ്ടെന്ന് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വിദ്യ. സർ. വിദ്യക്ക് തോന്നുന്ന വിദ്യയുടെ വീക്ക്നെസ് എന്താണ്? എവിടെയാണ് വിദ്യ പരാജയപ്പെടുമെന്ന് തോന്നുന്ന ഒരു സംഗതി? പബ്ലിക് സ്പീക്കിംഗ് ആങ്സൈറ്റി. പബ്ലിക് സ്പീക്കിംഗ് ആങ്സൈറ്റി. യെസ്, പബ്ലിക് സ്പീക്കിംഗ് ആങ്സൈറ്റി അല്ലേ? യെസ്, അതൊരു സംഗതിയാണ് പറഞ്ഞത്. കറക്റ്റ് ആണ് അല്ലെ? നമുക്ക് ചെറിയൊരു ഒരു തുടങ്ങാനായിട്ടൊരു വൈകല്യം വരും. യെസ്, ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സ്ട്രെങ്ത്തും പറയാലോ. എന്തോ? സ്ട്രെങ്ത്തും പറയാലോ. ഒന്നുകൂടി പറഞ്ഞേ. രഞ്ജിഷ് വിടാനുള്ള ബാബുവിന്റെ സരിത വയസ്സ് പറഞ്ഞില്ല. ഐ ആം 25 years old, 27 years old എന്നുള്ള പ്രായം പറയാമായിരുന്നു. യെസ്, ഓക്കെ 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 ഓക്കെ. ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ഓക്കെ ഓക്കെ, ഹാപ്പി പറയായിരുന്നു. നല്ലത് ഗുഡ്നെസ് പറയുന്നു. എന്റെ അടുത്ത് ഇത് നല്ലതാണ്, ഇത് ഞാൻ ബെസ്റ്റായി ചെയ്യും എന്നുള്ളത് പറയായിരുന്നു. അത് കോൺഫിഡൻസ് പറയാമായിരുന്നു അല്ലെ? ഐ ആം കോൺഫിഡന്റ് ഇൻ മേക്കിംഗ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ. നേരത്തെ വിദ്യ പറഞ്ഞത് ശരിയാണ്. പക്ഷെ വിദ്യ ഇങ്ങനെ പറഞ്ഞില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് വരുന്നത്. അപ്പൊ അത് ധൈര്യമായിട്ട് പറയും കേട്ടോ. ഇടക്കിടക്ക് വീട്ടിൽ നിങ്ങൾ പറഞ്ഞു നോക്കണം. വീട്ടിലെ വീടിന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന മേശയും കസേരയൊക്കെ ഓരോ ആളുകളാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവതരിപ്പിക്കില്ല. അങ്ങനെ അവതരിപ്പിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ പിന്നീട് വലിയ ലെവലിലോട്ടൊക്കെ വരുന്നത്. അത് പേടിക്കുന്ന വേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഡു ഇറ്റ്. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം, ഏത് ഇന്റർവ്യൂവിൽ നമ്മൾ ചെല്ലുമ്പോഴും നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, പ്ലീസ് ഗിവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് യുവേഴ്സെൽഫ്. നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നതോടെ. കാരണം നമ്മളെ കുറിച്ച് അവർക്കൊന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ പരിചയപ്പെടുത്താൻ പറയുന്നു. അങ്ങനെ പരിചയപ്പെടുത്താൻ പറയുന്നത് നമ്മുടെ മുന്നിലേക്ക് ഒരു ബോൾ ഇട്ട് തരും. നിങ്ങളത് നന്നായിട്ട് കൈകാര്യം ചെയ്യും. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പറയുന്ന രീതിയെല്ലാം കണ്ടു കഴിയുമ്പോൾ അവർക്ക് തോന്നണം, സ്നേഹ ടീച്ചർ മതി, വിദ്യ ടീച്ചർ മതി, സരിത ടീച്ചർ മതി, നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ 2-3 കാര്യങ്ങൾ പറയാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഒരു 2 മിനിറ്റ് ഇതിൽ കൂടുതൽ പോകണ്ട, അതിനുള്ളിൽ പറഞ്ഞു തീർക്കാം. അപ്പൊ നമുക്ക് പറയാം, ആദ്യം നിങ്ങൾക്ക് പറയാം, മൈ നെയിം ഈസ്, എന്റെ പേര്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ പറയാം. ഏത് കോഴ്സാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാം. യെസ്, ഇനി നിങ്ങളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ട് പേഴ്സണലായിട്ട്. അതായത് ഒരു പക്ഷേ ആ അക്കാഡമിക് ഇയറിലെ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും നാഷണൽ ലെവലിലുള്ള ചാമ്പ്യൻഷിപ്പോ അങ്ങനെ നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോ നിങ്ങൾ അതിനെ കുറിച്ച് പറയുന്നു. യെസ്, എന്താണ് എന്തൊക്കെയാണ് അച്ചീവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറയുന്നു. അപ്പൊ നിങ്ങളുടെ പേരായി, നിങ്ങളുടെ ക്വാളിഫിക്കേഷനായി, നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് ആയി. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോളൂ രമ്യ. മൈ നെയിം ഈസ് രമ്യ എന്ന് പറയുന്നതാണോ കറക്റ്റ്? ഐ ആം രമ്യ എന്ന് പറയുന്നതാണോ കറക്റ്റ്?
അത് കുഴപ്പമൊന്നുമില്ല. യെസ്, രണ്ടും കറക്റ്റ് ഉണ്ട്. യെസ്, ഓക്കെ. ഐ തിങ്ക് സാർ മൈസെൽഫ് എന്ന് പറയാൻ പാടില്ലാന്ന് തോന്നുന്നു അല്ലേ? എപ്പോഴും ഇത് ആരംഭിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാചകം. നമുക്ക് വേറൊരു സംഗതി പറയാം. യെസ്, അനിത. അനിതല്ലേ നേരത്തെ വന്നേ? അതെ. അനിതയാണ്. ഓക്കെ. അനിത നേരത്തെ വന്നതാണ്. Then Ashmi Rubish. Ashmi? Sir? Yes. How are you, Ashmi? Sir, I'm fine, sir. Very good. Apo, Ashmi, where are you from? Sir, I'm from Ernakulam. Yes, very good. Ernakulam. Married. Yes, okay. നമ്മുടെ ഫ്ലാറ്റൊക്കെ പൊളിച്ചല്ലോ അല്ലേ? അതെ സർ. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, ആഷ്മി ഒരു സ്കൂളില് ടീച്ചറിന്റെ വേക്കൻസി ഇന്റർവ്യൂവിന് വരെ. ആഷ്മി മനസ്സുകൊണ്ട് കാണാത്ത ആഷ്മി ഇപ്പോ പുറത്ത് ഇന്റർവ്യൂ റൂമിന്റെ പുറത്തിരിക്കുന്നു. അപ്പൊ ഇന്റർവ്യൂ ബോർഡിന്റെ അകത്തിരിക്കുന്നവരുടെ ഒരാള് ഞാനാണെന്ന് വിചാരിക്കും. പിയൂൺ വരുന്നു. പിയൂൺ വന്ന് ആഷ്മിയോട് പറയുന്നു. ആഷ്മിയോട് നേരിടുന്നു. വാതിൽക്കൽ വരുന്നു. വാതിൽക്കൽ പയ്യെ കൊണ്ടുവരുന്നു. അവിടെ പഠിക്കാൻ കുട്ടി കമ്മിങ്. ആഷ്മി നടന്നു വന്നു. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാനല്ല, ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നവരുടെ മുന്നിൽ വന്നു. ആഷ്മി, പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. Okay, sir. Thank you, sir. Yes. എന്താ പറഞ്ഞേ? Thank you. യെസ്, വെരി ഗുഡ്. അത് പറയും, ഞാൻ പറയാൻ വിട്ടുപോകുമില്ല. നിങ്ങൾ നോക്കണം, ഇരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക. യെസ്, അതായത് ഇരിക്കരുത്. അപ്പൊ അത് നിങ്ങളുടെ വിദ്യാഭ്യാസം ശ്രദ്ധിക്കാൻ. ഓക്കെ, അപ്പോ ഞാൻ ആഷ്മിയുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി. യുവർ നെയിം ഈസ് ആഷ്മി. Sir? Your name is Ashmi. Yes, sir. Yes. So, why did we hire you? എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ജോലിക്ക് എടുക്കണം? Sir, I would like to teach. That's why, sir. Yes. ഒരൊറ്റ വാചകത്തിൽ നിന്നോ? പിന്നെ ടീച്ചിങ് കരിയർ ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റുഡൻസ്, കുട്ടികളെ നമ്മുടെ നാളേക്കുള്ള ഭാവിയെ നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കുന്ന ഒരു ജോലിയാണല്ലോ. സോ ഒരു സോഷ്യൽ വർക്കും കൂടിയാണല്ലോ ടീച്ചിങ്. അതുകൊണ്ട് എനിക്ക് ടീച്ചിങ് ഇഷ്ടമാണ്. ആഷ്മി പറഞ്ഞ പോയിന്റുകൾ കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടി അതിനകത്ത് ആഡ് ചെയ്യണമേ. അതായത് ഞാൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഞാൻ ആഷ്മിയെ അപ്പോയിന്റ് ചെയ്യണം അല്ലെങ്കിൽ ഹയർ ചെയ്യണമെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആഷ്മിയാണ് ഈ പോസ്റ്റിന് ആപ്റ്റായ ആളെന്ന് ആഷ്മി അങ്ങനെ സ്ഥാപിക്കണം. ആഷ്മി പറയുന്നതിൽ ആഷ്മിയുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. ഇവിടെ ഉള്ള വേക്കൻസിയിൽ ഇന്ത്യയിൽ ഐ ആം ആപ്റ്റ് ഫോർ ദാറ്റ്. ദാറ്റ് ഈസ് വൈ യു ഷുഡ് ഹയർ മീ. അതുകൊണ്ട് നിങ്ങൾ എന്നെ തന്നെ എടുക്കേണ്ടി വരും, എന്നെ തന്നെ നിയോഗിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന കേസ് നമുക്ക് ഇതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. ആകാശത്തിന്റെ കീഴിലുള്ള എന്ത് വിഷയത്തെ കുറിച്ച് ഇന്റർവ്യൂവിൽ പോകുമ്പോൾ നമുക്ക് ചോദിക്കാം. യെസ്, അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. എപ്പോഴും നമ്മൾ പോകുമ്പോഴേ നിങ്ങളുടെ പേര്, അതിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. നിങ്ങളുടെ പേര്, ആ പേരറിയാതെ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് അറിയാം. ചിലപ്പോൾ അതിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മീനിങ് ഉണ്ട്. ആ മീനിങ് നമ്മൾ അറിഞ്ഞിരിക്കും. യെസ്, നിങ്ങളുടെ പേരില് പ്രശസ്തരായ ധാരാളം ആളുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ കമ്മിങ് ഫ്രം മരട്. യെസ്, അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നുള്ള പ്രശസ്തരായ ആളുകളുണ്ടെങ്കിൽ അവരെ കുറിച്ച് ചോദിക്കും. അപ്പോഴും അത് അറിഞ്ഞിരിക്കും. അപ്പൊ അതൊരു മസ്റ്റാണ്. അതൊരു മസ്റ്റായ കാര്യമാണ്.
കുറെ കാര്യങ്ങൾ അതായത് നമ്മൾ വെൽ സ്റ്റഡീഡ് ആയിരിക്കും. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുത്തു. അപ്പോ ആ ഇന്റർവ്യൂ നടക്കുന്നത് തൃശ്ശൂര് ജില്ലാ PSC ഓഫീസിൽ വെച്ചാണ്. അപ്പോ ആ ഇന്റർവ്യൂവില് ഞാൻ അങ്ങനെ കയറി കഴിയും. അപ്പൊ അത് പറയുമ്പോൾ അതിന് മുമ്പ് വേറെ കാര്യം പറയണോടെ. യെസ്, അതായത് ഞങ്ങള് കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കല് ഒരു മീറ്റിങ്ങിന് സ്വാഗതം പറഞ്ഞത് ഞാൻ. അപ്പൊ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അത് പ്രിൻസിപ്പളിനെ ഒന്ന് കാര്യമായിട്ടൊന്ന് പൊക്കി പറഞ്ഞു. അപ്പൊ പുള്ളി അപ്പൊ എന്നെ ഒന്ന് ശ്രദ്ധിച്ചു. ആരാണ് ഈ പറയണേന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ നേരത്തെ സാറിന് അറിയാമായതുകൊണ്ട് അതൊക്കെ കൂടി വെച്ചിട്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാറിന്റെ ഗുഡ് ബുക്ക് എന്ന് പറഞ്ഞ ലിസ്റ്റില് അതിന്റെ അകത്ത് എന്റെ പേരും എല്ലാവർക്കും ഉണ്ടാവില്ല ഒരു ഗുഡ് ബുക്ക്. കുറച്ച് പേര് 10,000-3000 കുട്ടികൾ പഠിക്കുന്ന കോളേജാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ആ ഗുഡ് ബുക്കിലേക്ക് ഞാൻ എൻട്രി ചെയ്യും. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടില്ല. അപ്പൊ എന്ത് ഗുണം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കോളേജിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ഏറ്റവും 2 നല്ല മിടുക്കരായ വിദ്യാർത്ഥികളെ അയക്കാൻ പറഞ്ഞിട്ട് വരുന്ന എല്ലാ പരിപാടിക്കും ഒരാൾ ഞാനായിരിക്കും. ഞാൻ മിടുക്കനായത് കൊണ്ടല്ല, മറിച്ച് ഞാൻ പ്രിൻസിപ്പളിന്റെ ഈ നോമിനി ആയിട്ട് കയറിപ്പോണത്. യെസ്, ഒരാളെ പുള്ളി സെലക്ട്, പ്രിൻസിപ്പൾ അല്ലേ, പുള്ളി സെലക്ട് ചെയ്യുന്നത്. യെസ്, അപ്പൊ അങ്ങനെ ഞാൻ പോയിട്ടുള്ള കോഴ്സുകളിൽ എനിക്ക് വളരെയധികം ഗുണകരമായിട്ടുള്ള ഒരു കോഴ്സാണ് ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ. ഹൗ ടു ഫേസ് ആൻ ഇന്റർവ്യൂ. എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ ഫേസ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംഗതി. അതില് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളുടെ പേരിനൊരു അർത്ഥമുണ്ടെങ്കിൽ അത്, നിങ്ങളുടെ പേരിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, നിങ്ങളുടെ നാട്ടിൽ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അതിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കും. കറക്റ്റാണ്. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്തയെ നിങ്ങൾ നോക്കിയിരിക്കും. യെസ്, നമ്മൾ വിചാരിക്കുന്നതൊക്കെ നിസ്സാരമാണത്, പക്ഷെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യം. അപ്പോ ഞാൻ ഈ ഇന്റർവ്യൂ ഐ വാസ് വെൽ പ്രിപ്പയർഡ്. യെസ്, ഇപ്പൊ ജോബ് എന്ന് പറയുന്ന എന്താണ് എന്റെ പേര്. ഈ ജോബ് എന്ന് പറയുന്ന വേർഡിന് ഇംഗ്ലീഷിലൊരു അർത്ഥമുണ്ട്. അതായത് ജോലി എന്നുള്ള അർത്ഥമല്ല, എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. ദീർഘക്ഷമയുള്ളവെന്ന് ഒരു ഡിക്ഷണറിയിൽ ഒരു മീനിങ് ഉണ്ട്. എ മാൻ വിത്ത് ഇനഫ് പേഷ്യൻസ്. അപ്പൊ ഞാൻ ഐ വാസ് വെൽ പ്രിപ്പയർഡ്. അപ്പൊ ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെന്നു, അവിടെ ചെല്ലുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങുന്നു, പുള്ളിയെ പരിശോധിക്കുന്നു. ഞാൻ പറയുന്നത് അത് അതിശയോക്തിയില്ല, കറക്റ്റായ കാര്യമൊന്നും പറയുന്നത്. അവർ PSC മെമ്പർ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഓ യുവർ നെയിം ഈസ് ജോ. യെസ് സർ, മൈ നെയിം ഈസ് ജോ. ഹു ഈസ് ജോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതായിരുന്നു, ഹു ഈസ് ജോ, ആരാണ് ജോ? ഞാൻ പറഞ്ഞത് ഇന്റർവ്യൂവിൽ വരുമ്പോ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളല്ല. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ ആഷ്മിയോട് ചോദിച്ചു, ആഷ്മി പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാതെ വന്നത്. കാരണം പക്ഷെ എന്നാലും ആഷ്മി പിടിച്ചു നിന്നു. നമ്മളൊരു ജോലിക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വിൽ ബി വെൽ പ്രിപ്പയർഡ് അല്ലെ? അത് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്കിപ്പോ നിങ്ങളുടെ പ്രകടനങ്ങളിൽ നിന്ന് ബോധ്യമാണ്. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിക്കുന്നു, ഹു ഈസ് ജോബ്? ആരാണ് ജോബ്? ഞാൻ പറഞ്ഞു, ജോബ് ഇസ് എ സെയിന്റ് മെൻഷൻഡ് ഇൻ ബൈബിൾ. ബൈബിളിൽ ഒരു ജോബ് വരുന്നുണ്ട്. എനിക്കറിയാമായതുകൊണ്ട് ഞാനത് നേരത്തെ നോക്കിയിരുന്നതുകൊണ്ട് ഞാനത് പറഞ്ഞു, ഇറ്റ്സ് എ സെയിന്റ് മെൻഷൻഡ് ഇൻ ബൈബിൾ. ബൈബിളിൽ ഇങ്ങനെ ഒരു ജോബിനെ കുറിച്ച് പറയുന്നുണ്ട്, അതാണ് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി പറഞ്ഞു, ഓ യെസ്, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഈ ജോബിന്റെ വളരെ പ്രസിദ്ധമായൊരു കൊട്ടേഷൻ ഉണ്ട്. യു ടെൽ ദ കൊട്ടേഷൻ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്റർവ്യൂവില് PSC മെമ്പർ ചോദിച്ച ചോദ്യമാണ് എന്നോട്. യെസ്, അപ്പൊ ഞാൻ അത് കൊട്ടേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ പ്രതീക്ഷിച്ച ചോദ്യമാണ്. അപ്പോ ആ കൊട്ടേഷൻ ഞാൻ പറഞ്ഞു യെസ്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ എനിക്ക് വെൽ ബിഗർ, നല്ലൊരു തുടക്കം കിട്ടി എനിക്ക്. യെസ്, അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ലെവൽ വന്നു. യെസ്, അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം PSC മെമ്പർ തൊട്ടരികത്തിരിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ യു ആസ്ക്. യെസ്, അയാൾ ആദ്യം ചോദിച്ച ചോദ്യം, ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത എന്താണെന്ന് ചോദിച്ചു.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെയിൻ വായിച്ചത്. അപ്പൊ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് അതിരപ്പള്ളിയില് ജലവൈദ്യുത പദ്ധതി, ജപ്പാന്റെ ഒരു പദ്ധതി വരുന്നുണ്ട്, അതിനെതിരെയുള്ള സമരവും അതിനെതിരെയുള്ള വാർത്തയും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ള് ന്യൂസ് വായിച്ചിട്ടില്ല, അതിന്റെ ഹെഡിങ് ഞാൻ വായിച്ചാണ് ഇതാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോ അവർക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ, ഈ ഇന്റർവ്യൂവിന്റെ ദിവസവും കൃത്യമായിട്ട് ലോകകാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കുന്ന ഒരാളാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടെ വരുവാണ്. യെസ്, കൃത്യമായിട്ട്. അപ്പൊ ഞാനത് പറഞ്ഞു, ഇന്നതാണ് സംഭവം എന്ന് പറഞ്ഞു. വീണ്ടും കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് വന്നപ്പോ അതിന്റെ ആദ്യത്തെ കുറച്ച് പേരുടെ ഉള്ളിൽ ഞാൻ പെട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നിങ്ങൾ വെൽ പ്രിപ്പയർഡ് ആയി. നമ്മള് ലാസ്റ്റ് ബസ്സിൽ കയറി പോകാൻ വേണ്ടി റെഡി ആയിട്ട് നോക്കിയാണ്, ഇനി ഒരു ബസ് നമുക്ക് വരാനില്ല. അപ്പൊ അതുകൊണ്ട് വെൽ പ്രിപ്പയർഡ്. അപ്പൊ നമുക്ക് വിഷയത്തോട്ട് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓക്കെ മേരി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പേര് പറഞ്ഞു, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ ടാലന്റ് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ്, അതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു, യെസ്, നിങ്ങളുടെ കോൺഫിഡൻസ് ആയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 2 മിനിറ്റിനുള്ളിൽ പറയാൻ പറ്റുന്ന ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ തയ്യാറായി. യെസ്, നിങ്ങളുടെ മനസ്സിൽ നിങ്ങളൊന്നത് തയ്യാറായിട്ട് വന്ന് നമുക്കതങ്ങനെ അവതരിപ്പിക്കാം. യെസ്, അടുത്ത പ്രാവശ്യം ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓരോരുത്തരും പറയുമ്പോൾ എന്നെ കഴിഞ്ഞു എന്ന് ഇനി ശ്രദ്ധിക്കേണ്ടതിരിക്കരുത്. നമ്മൾ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും ഒരു കാര്യം വേറൊരാൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളത് നോട്ട് ചെയ്തിടണം. യെസ്, അതുകൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ഒറിജിനൽ ആയിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. യെസ്, അപ്പൊ പല സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ സംഗതികൾ കിട്ടുക. യെസ്, അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ശ്രദ്ധിച്ചായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ് കേട്ടോ, മറക്കണ്ട. അപ്പൊ ഞാനത് ആരെ ഏൽപ്പിക്കുന്നു? ഇന്ന് നമ്മുടെ സൈനിങ് കൊണ്ട് പറഞ്ഞ ആരാണ്? മീനു അല്ലേ? മീനു മഹേഷ് ഏൽപ്പിക്കാണ് എന്നൊന്ന് ഓർമ്മിപ്പിച്ചാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ഓരോരുത്തരും. മൈ നെയിം ഈസ് ഒരു 2 മിനിറ്റ് പരമാവധി, അത് മതി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അതവിടെ വെച്ചിട്ടെ. ഇനി ഞാൻ വേറെ ചെറിയൊരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ നോട്ട്ബുക്കിലെ ഞാൻ പറയുന്ന വാക്കുകളൊന്നും എഴുതി വെക്കാം. അടിയിലടിയിലായിട്ട് എഴുതി വെക്കാം കേട്ടോ. ഫസ്റ്റ്, നെക്സ്റ്റ്, then after that finally. First, next, then after that finally. ഈ വാക്കുകൾ അടിയിലടിയിലായിട്ട് എഴുതി വെക്കും. ഫസ്റ്റ്, നെക്സ്റ്റ്, then after that finally. ഓക്കെ, യെസ്. നമുക്ക് വേണ്ടത് ഈ വാക്കുകൾ വെച്ചിട്ട് നമ്മളൊരു സെന്റൻസ് കൂടെ ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, ഫസ്റ്റ്, നെക്സ്റ്റ്, then after that finally. അപ്പൊ അതിന് നിങ്ങൾ കൂടി എന്റെ ഒപ്പം നിൽക്കണം. യെസ്, നമുക്ക് തുടങ്ങാം. യെസ്, നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ട. തെറ്റായി തെറ്റിക്കൊണ്ടേ. യെസ്, വി വിൽ കണ്ടക്ട് ഇറ്റ്. ഓക്കെ, അപ്പൊ സംഭവം ഇതാണ്. നിങ്ങളൊരു വാചകം പറയണം. ആ വാചകം പറയുമ്പോൾ അതിലെ ആദ്യത്തെ വേർഡ് ഫസ്റ്റ് എന്നായിരിക്കും. നിങ്ങൾ വീണ്ടും ഒരു വാചകം പറയണം, രണ്ടാമത്തെ വാചകം. ആ രണ്ടാമത്തെ വാചകം പറയുമ്പോൾ അതിലെ ഫസ്റ്റ് വേർഡ് നെക്സ്റ്റ് എന്നായിരിക്കും. മൂന്നാമത്തെ വാചകത്തിലെ ഫസ്റ്റ് വേർഡ് then എന്നായിരിക്കണം. നാലാമത്തെ വാചകത്തിലെ ഫസ്റ്റ് വേർഡ് ആഫ്റ്റർ ദാറ്റ് എന്നായിരിക്കണം. അഞ്ചാമത്തെ വാചകത്തിലെ ഫസ്റ്റ് വേർഡ് ഫൈനലി എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഇപ്പൊ എങ്ങനെ പറയാനാണ് ഇത് ചിന്തിക്കും. അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് ആരംഭിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ എഴുന്നേറ്റ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ഓക്കെ, ഫസ്റ്റ് I got up at 6 o'clock in the morning. കേട്ടോ, ഇന്ന് രാവിലെ ഫസ്റ്റ് I got up at 6 o'clock in the morning. രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു. നെക്സ്റ്റ്, I brushed my teeth. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? പല്ല് തേച്ചു. Then
drank a cup of tea. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു കപ്പ് ചായ കുടിച്ചു. After that, I read the newspaper. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? ന്യൂസ് പേപ്പർ വായിച്ചു. Finally, I went to the kitchen. ഒടുവിൽ ഞാൻ ഇങ്ങോട്ട് പോയി അടുക്കളയിലേക്ക് പോയി. യെസ്, മതി. കറക്റ്റ് ആയില്ലേ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഞാൻ പറയുമ്പോൾ അത് ഡിലീറ്റ് ആയില്ല. ഇനി അത് പറയുന്നത് എന്തോ വേറെ പറയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഫസ്റ്റ് ടേക്ക് ബിരിയാണി റൈസ്, നെക്സ്റ്റ് വാഷ് ഇറ്റ്, then put masala, chicken, something like that. After that, start it to boil. Finally, the biryani is ready. ഒടുവിൽ ബിരിയാണി റെഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചായ ഉണ്ടാക്കാം. അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലിഫോൺ ചെയ്തിട്ട് ഒരു ഡോക്ടറോട് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പറയാം, ഫസ്റ്റ് ഐ ബുക്ക്ഡ് ദ ഡോക്ടർ. അത് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഡോക്ടറെ ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ഐ വെന്റ് ടു ദ ഹോസ്പിറ്റൽ. ഞാൻ എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. ദെൻ ഐ ടുക്ക് ദ ടോക്കൺ. ഞാൻ അതിനുശേഷം ടോക്കൺ എടുത്തു. ആഫ്റ്റർ ദാറ്റ് ഐ കൺസൾട്ടഡ് ദ ഡോക്ടർ. അതിനുശേഷം ഞാൻ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തു. ഫൈനലി ഐ ബോട്ട് മെഡിസിൻ ഫ്രം ദ ഫാർമസി ആൻഡ് റിട്ടേൺഡ് ഹോം. പിന്നെ ഞാൻ ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങി വീട്ടിലോട്ട് തിരിച്ചു. യെസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഏറ്റവും നല്ലൊരു സുഹൃത്ത് ഉണ്ടാവില്ലേ? ബെസ്റ്റ്. അദ്ദേഹത്തെ കണ്ടുമുട്ടിയിരുന്നു അല്ലെങ്കിൽ അവളെ കണ്ടുമുട്ടിയിരുന്നു. ഒന്ന് ഓർത്തു നോക്കി. അതൊരു ഇൻസിഡന്റ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഭാവന വിടരട്ടെ. രസകരമായിട്ട് ഓരോരുത്തരും അവതരിപ്പിക്കുക. ഇപ്പൊ പിടികിട്ടിയില്ലേ? എങ്ങനെ പോകണമെന്ന് മനസ്സിലായില്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം, ഫസ്റ്റ് ഐ കോറൽഡ് വിത്ത് KSEB മീറ്റർ റീഡർ. ആദ്യം ഞാൻ വീട്ടിൽ വന്ന KSEB മീറ്റർ റീഡറുമായിട്ട് വഴക്കിട്ടു. നെക്സ്റ്റ് ഐ ഗേവ് കംപ്ലൈന്റ് അഗേൻസ്റ്റ്. പിന്നീട് ഞാൻ എന്ത് ചെയ്തു? അയാൾക്കെതിരെ പരാതി കൊടുത്തു. ദെൻ ഹി ഡിഡ്ന്റ് കം ടു മൈ ഹോം. പിന്നീട് അയാൾ വീട്ടിലോട്ട് വന്നിട്ടില്ല. ആഫ്റ്റർ ദാറ്റ് വി ബിക്കെയിം വെരി ഗുഡ് ഫ്രണ്ട്സ്. പിന്നീട് എവിടെയോ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ സുഹൃത്തുക്കളായി. ഫൈനലി ഐ ബിക്കെയിം ഹിസ് വൈഫ്. ഒടുവിൽ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയായി. യെസ്, അങ്ങനെ സംഭവിക്കാലോ. കുറച്ചൊക്കെ ഭാവനയൊക്കെ ചേർത്തോ? ഓക്കെ ഗോപിക, കുറച്ചൊക്കെ ഭാവനയൊക്കെ ചേർത്തിട്ട് ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവനയുടെ ഉസ്താദായിരിക്കും. യെസ്, ആരും കാണാത്തത് കാണും. വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ പ്രസന്റ് ചെയ്യും. അവിടെയാണ് നിങ്ങളുടെ കഴിവ്. മണ്ണാങ്കട്ടയും കരിയിലെയും കുളിക്കാൻ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നില്ലേ? ഒരു മണ്ണിനകട്ടയും ഒരു കരിയിലെയും നടന്നെടുത്ത് പോകുന്നത്. നല്ലൊരു കാറ്റ് വന്നു, കരിയില പറന്നു പോകാൻ നേരത്ത് ഈ മണ്ണിന്റെ കട്ട അതിന്റെ മുകളിൽ കയറി നിന്നു. നമ്മൾ വിശ്വസിക്കുന്നില്ല വായിക്കുമ്പോൾ. യെസ്, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ വന്നു, ഈ മണ്ണിന്റെ കട്ട നനയാതിരിക്കാൻ ഇല കയറി മണ്ണിന്റെ കട്ടയുടെ മുകളിലിരുന്നു. യെസ്, മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഒരു വീട് നടന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ കാണും. യെസ്, അപ്പൊ ഒരു നുണ വളരെ വിദഗ്ധമായിട്ട് അവതരിപ്പിക്കുന്നു. യെസ്, അപ്പൊ ഇവിടെ നമ്മൾ അതിനനുസരിച്ചിരുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഭാവന വിടരട്ടെ. ഞാൻ ഇന്ന ആണെന്ന് പറയുന്നില്ല. ഓക്കെ, ആരാണ് റെഡി? ഫസ്റ്റ് റെഡി ആയിട്ടുള്ളവരാണ്. യെസ്, അപ്പൊ വിദ്യ റെഡിയാന്ന് പറഞ്ഞിട്ടുണ്ട്. വിദ്യ, യു കം ഫസ്റ്റ്. അപ്പൊ വിദ്യക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ ധൈര്യം കാണിച്ചിട്ട്. മാറി നിൽക്കരുത്, ധൈര്യമായിട്ട് പറഞ്ഞോ. തെറ്റിക്കോട്ടെ മക്കളെ, തെറ്റേ പറയാവൂ. യെസ്, വിദ്യ, യു സ്റ്റാർട്ട്. First, I joined teaching course. First, I joined a teaching course. Okay, very good. Next, I attended the class. Next, I attended the class. Okay. Then I learned the class. Then I learned from the class. Okay. After that, I passed the exam. After that, I passed the exam. Yes. Finally, I will become a good teacher. Yes, very good. Finally, I became a good teacher. ഞാൻ ആ ഫൈനലിയുടെ പ്രതീക്ഷ എന്താണ്? ഫൈനലി ഐ ഗോട്ട് അപ്പോയിന്റ്മെന്റ്. യെസ്, ഇൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അല്ലെങ്കിൽ റെപ്യൂട്ടഡ് സ്കൂൾ. വെരി ഗുഡ്, വെരി ഗുഡ്. വിദ്യ കൊടുക്ക്, വിദ്യക്ക് കഴിയും. ഓക്കെ 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 ഓക്കെ. യെസ്, ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ആയിരിക്കണം. ഓക്കെ, യു കം. ഓക്കെ 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 ഓക്കെ. First, I gave a color books to children. Very good. Next, I give a color pencils. Yes.
Then they do a drawings and coloring. Yes. After I see the all the drawings and colors. Yes. Finally, I give them star and good marks. Yes. Very good, very good. Okay. കളർ ബുക്കും പെൻസിലും കൊടുത്ത് ക്രയോൺസും കൊടുത്ത് വരച്ച് കറക്റ്റ് ആക്കിയില്ലേ? യെസ്. നിങ്ങൾ കാണുക, നിങ്ങളുടെ മനസ്സിലുള്ള സംഭവം. നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട. ഭർത്താവായിട്ടും വഴക്കിട്ട സംഭവം പറഞ്ഞാൽ മതി. യെസ്. അപ്പൊ എവിടുന്നാണ് തൊടിയില്ലെന്ന് അറിയാലോ. അപ്പൊ അത് ഫസ്റ്റ് നെക്സ്റ്റ് ആ കൊണ്ടെടുക്കാൻ പറ്റും. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സ്നേഹ, യു കം. സ്നേഹ. Yes, sir. യെസ്. ഓക്കെ. സ്നേഹ വളരെ ചിരിച്ച് സന്തോഷിച്ചാൽ വരുന്നത്. ഓക്കെ സ്നേഹ, യു സ്റ്റാർട്ട്. First, I got a advertise. Yes. Sorry, sir. First, I got a advertise of your school. Yes. Next, I applied it. Yes. Then, I got a call. Yes. After that, I attended the interview. Finally, Yes. I got an opportunity. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഞാൻ പ്രതീക്ഷിച്ചിട്ട് ആരെങ്കിലും ഒരാളെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നു. അത് സ്നേഹ മനസ്സറിഞ്ഞ പോലെ സ്നേഹനെ പറഞ്ഞു. ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ഞാൻ രണ്ടുകൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരുടെ പക്ഷത്ത് നിന്നാണ് വരുന്നത് നോക്കട്ടെ. ഓക്കെ. ഇനി ആരാണ് വരുന്നത്? ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? മാറി നിൽക്കരുത്, മടിച്ചു നിൽക്കരുത്. കണ്ടോ? ഇതിപ്പോ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഓക്കെ ഇത് ഇങ്ങനെ പറയാല്ലേ. യെസ്. നിങ്ങൾ വെറുതെ നിസ്സാരക്കാരൻ 5 സെന്റൻസ് അങ്ങനെ പറയണം. യെസ്. ഉള്ളിന്റെ ഉള്ളില് സാറൊന്ന് വിളിച്ചാൽ പറയാ എന്ന് പറഞ്ഞിരിക്കുന്നവരില്ലേ? അങ്ങോട്ട് പറയാം. നസീഫ, ആർ യു റെഡി? Yes, sir. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. നസീഫ ധൈര്യമായിട്ട് പറയൂ നസീഫ. യെസ്. ഓക്കെ. First, I take a book. ഫസ്റ്റ് ഐ ടുക്ക് എ ബുക്ക്. ഓക്കെ. Next, I draw a picture of a flower. ഓക്കെ. Then, I color the flower. യെസ്. ഓക്കെ. After that, I take a picture of the painting. യെസ്. ഓക്കെ. Finally, I post into my Instagram account. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. നസീഫ വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഇങ്ങനെ എല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടാണ്. യെസ്. ദെൻ ഇനി ഞാൻ വരുന്നത് ആരാണ്? യെസ്. ഓക്കെ. ലിയ പറഞ്ഞോളൂ ലിയ. First, I eat breakfast. Yes. Next, I clean my house. Yes. Then I am bath. Yes. After that, I am join classroom. Finally, I am learn English. എന്റെ ദൈവമേ ലിയ, ലിയ വേറെ എങ്ങും പോയിട്ടില്ല. കറക്റ്റ് അല്ലേ? രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, വീട് ക്ലീൻ ആക്കി, ക്ലാസ്സിൽ കയറി, ക്ലാസ് അല്ല ലൈവ് എക്സാമ്പിൾ ആരെടുത്തത്? ലിയ എടുത്തത്. ഓക്കെ ലിയ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ, ഓക്കെ. Thank you. യെസ്. ഓക്കെ, 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 ഓക്കെ. യെസ്. പോരട്ടെ, നിങ്ങളുടെ മനസ്സിലുള്ള ഭാവനകൾ വിടരട്ടെ. യെസ്. ജിയ, ആർ യു റെഡി? ഞാൻ വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. നിങ്ങൾ ഒരു തമ്പിട്ടാകുമ്പോൾ ഞാൻ വിളിച്ചോളാം. ജിയ, ആർ യു റെഡി? ഹലോ. ആ ഓക്കെ, പറഞ്ഞോളൂ ജിയ. ജിയ മൈക്ക് ഓൺ ആക്കിയില്ലേ? Not ready, sir. Not ready. Okay, okay. You'll get ready. Okay, Jia. Very good, very good, very good. Adina. First, I take a book. Okay, Adina. പറഞ്ഞോളൂ. Hello. പറഞ്ഞോളൂ Adina. First, ആതിരല്ല ഹസീനയാണ്. ആതിരല്ല. Yes, Adina എന്ന ഹസീന. ഓ ഇനി അതിനകത്ത് First, I take a book. Next, I opened it. Yes. Then I read the sentences. Yes. After that, I think the meaning of the sentences. Yes. Finally, I got it. Very good, very good, very good, very good, very good. Okay, 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 okay. Then, Hasina, are you ready? ഹസീനയാണ് ഇപ്പൊ പറഞ്ഞത്. ആതിര സർ. Okay. Hasina പറഞ്ഞത്. അപ്പൊ ആതിര പറയോ പറഞ്ഞത്? Okay. First, I will visit Kasaragod beach. Yes. Next, I will explore the Bekal Fort. Yes. Oh, very good. Then I taste some snacks. Okay. After that, I visit Hanuman temple. Yes. Okay. Finally, I chill with my friends. Oh, I chilled with my friends. Very good, very good, very good.
ഓക്കെ Thank you, അതിന് sir. വെരി ഗുഡ് വെരി Okay. ഗുഡ് വെരി ഗുഡ്. യെസ് കേട്ടോ, ഏതൊക്കെ വഴിക്കാണ് കാര്യങ്ങൾ പോടെ നോക്കി. ആഷ്മി ആർ യു റെഡി? ആഷ്മി രൂപേഷ്. അനീസ് കഴിഞ്ഞാൽ പറഞ്ഞില്ല, അനീസേ വന്നോളൂ. അനീസ് കഴിഞ്ഞാൽ വരാം കേട്ടോ. First, I take a scooty. Yes. Next, I drive the vehicle. Yes. Then I reach the ground. Yes. After that, I try to study 8 way. Finally, Yes. I got a license. Finally, I got a license. Finally, I passed the driving test. Okay. അപ്പൊ അനീസ സ്കൂട്ടി എടുത്തിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് പോയ കേസാണ് ഇപ്പൊ പറഞ്ഞത്. ബിസ്മി, യു സ്റ്റാർട്ട്. ബിസ്മി. Yes, sir. യെസ്, പറഞ്ഞോളൂ ബിസ്മി. First, I made breakfast for my family. Next, Okay. next I called my babies and kids for school. Yes. Then I made them ready for going to school. Yes. Went to school. Then I gave them breakfast. Yes. After that, they went to school. Yes. Finally, I attend my class. യെസ്. ഓക്കെ, രാവിലെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിള്ളേരെ വിളിച്ചു, അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു, സ്കൂളിൽ പറഞ്ഞു വിട്ടു. ഫൈനലി ഐ അറ്റൻഡഡ് ദ ക്ലാസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ബിസ്മി. വെരി ഗുഡ് വെരി ഗുഡ്. ദെൻ യെസ്, രഞ്ജുഷ, ആർ യു റെഡി? രഞ്ജുഷ കേട്ടു. പറഞ്ഞോളൂ രഞ്ജുഷ. രഞ്ജുഷ കഴിഞ്ഞാൽ ഞാൻ എമ്മിയിലോട്ട് വരാം കേട്ടോ. രഞ്ജുഷ പറഞ്ഞോളൂ. First, I got an invitation to inauguration. Yes. Next day, I came proper time. Yes. After that, I completed the inauguration and spoke some words. Yes. Finally, they give gift and appreciation. Yes. Very good. Very good. Very good, Ranjusha. Very good. Ramya, Ramya. Sir. Yes. Okay, Ramya. Start, Ramya. First, I went to library. Next, Yes. I started I book. After that, I read. Then, ഒന്നുകൂടെ പറയാം. First, I went to library. Next, I searching a book. Then I got a book. After that, I read that book. Finally, I liked that book. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. നിങ്ങൾ മേക്കപ്പ് ബോക്സ് തുറന്ന് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ ആരംഭിക്കുന്ന അത്തരമരുടെ കാര്യങ്ങൾ പറയാം. ഓപ്പൺ ടു ദ ബുക്ക്, എന്തെല്ലാം എടുത്തു, then I started to make up my face. Okay. Yes. Okay. താൻസിയ പറഞ്ഞതല്ലേ? താൻസിയ പറഞ്ഞതാണ്. ഓക്കെ. സ്നേഹ പറഞ്ഞു. സ്നേഹയും പറഞ്ഞതാണ് അല്ലേ? ഷിലു. പറഞ്ഞോളൂ ഷിലു. ഷിലു കഴിഞ്ഞാലും മേനിയിലും വരേണ്ടേ. ഓക്കെ. First, I wake up in the morning. Next, next I wake up my child and Yes. get them ready for school. Yes. Then I had a call from school back that my son is ill. Yes. After that, I go to school. Yes. Finally, I bring my child back to home. വെരി ഗുഡ്. ഓക്കെ, സ്കൂളിൽ പോയ കുട്ടിയാണ്, സ്കൂളിൽ നിന്ന് വിളിച്ചു, ചെന്ന് മടക്കി കൊണ്ടുവന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഷിനു. യെസ്, മേരി ജിൻസി. Yes, sir. പറഞ്ഞോളൂ മേരി. First, I wake up early in the morning and did Yes. all the duties in my house. And Yes. next, I went to school. Then I Yes. did my duties. Yes. After all, I returned. Finally, I am attending the class. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. മേരി ജിൻസി, വെരി ഗുഡ്. നല്ല അച്ചടി ഭാഷയാണ് പറഞ്ഞത്. ഓക്കെ. യെസ്, വെരി ഗുഡ്. യെസ്. ഇനി നീനു പറഞ്ഞില്ലല്ലോ. നീനു പറഞ്ഞില്ല. പറഞ്ഞോളൂ നീനു. First, I wake up in the morning. യെസ്. ഓക്കെ. And ഒന്നുകൂടെ പറയാം സാറേ. ധൈര്യമായിട്ട് പറഞ്ഞു. ഇതേ നിങ്ങൾ ഒന്നും വിചാരിക്കണ്ട, ഇത് നിങ്ങളുടെ വീട്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തോ എന്ന് പറയില്ലേ? യെസ്. അപ്പൊ അതുപോലെ വിചാരിച്ചാൽ മതി. ഓക്കെ.
പറഞ്ഞേക്കും സാറേ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ നിങ്ങൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സാറേ കയ്യിൽ നിന്ന് പോയി ഞാൻ ഒന്നും കൂടി തുടങ്ങിയത്. ഓക്കെ, നോ പ്രോബ്ലം. യെസ്, ഓക്കെ. I wake up in the morning and then first I go to the bank. Next I meet the accountant. Then I tell the manager. After that I go to accountant. Then after finally return my home. യെസ്, ഓക്കെ. ഇത് കയ്യിലുണ്ടായിട്ടാണ് നീനു വെറുതെ ഇരുന്നത്. വെരി ഗുഡ്, വെരി അല്ല, ഗുഡ്, വെരി ഞാൻ ഗുഡ്. സാറ് ഈ മാറ്ററുകള് സാറ് പറഞ്ഞ വാക്കുകളൊന്നും എന്റെ കയ്യിൽ ബുക്കും ഒന്നും ഇല്ലാതെ എഴുതാൻ. ഞാൻ ഓർത്ത് വെച്ച് ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇപ്പോ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് നാളത്തേക്ക് ഇത് റെഡി ആയിട്ട് കൊണ്ടുവരുന്ന കേട്ടോ എന്ന് പറയുമ്പോൾ നിങ്ങളത് സമയമെടുത്ത് ആലോചിച്ച് ഒക്കെ റെഡിയാക്കി വേണം. ഇത് അങ്ങനെയല്ല, ഇത് സൈമൾട്ടേനിയസ് ആണ്. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് കഴിയുമ്പോൾ സംഗതി റെഡിയല്ലേ. അപ്പൊ ഈ സംസാരിക്കുന്ന ഇടയ്ക്കുള്ള നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല, അത് നിങ്ങളുടെ ടാലന്റ്. അതെന്താണ്? അത് നിങ്ങളുടെ ടാലന്റ് ആണ്, നിങ്ങളുടെ കഴിവാണെന്ന്. നിങ്ങൾ സ്കൂളിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അച്ഛൻ വിളിച്ചിട്ട് പറയും, അതെ ഇന്ന് മറ്റേ ടീച്ചറില്ല, അപ്പൊ ടീച്ചർ സ്വാഗതപ്രസം പറയണോട്ടാ. ഇന്ന് കാണുന്ന സമയത്ത് അയ്യോ ഞാൻ ഇന്ന് പഠിച്ചിട്ട് നാളെ പറയുന്നത് സ്വാഗതം ഞാൻ ഏറ്റു. യെസ്. അപ്പൊ ചിലപ്പോൾ ഒരു 10 മിനിറ്റ് സമയം കിട്ടി. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും സ്വാഗത പ്രസംഗം റെഡി ആയിട്ട് അത് പ്രസന്റ് ചെയ്യണം. നമ്മൾ ആ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പറയേണ്ട പോയിന്റുകളൊക്കെ ഓർത്ത് വെച്ച് ഇന്ന പറയണം ഓക്കെ 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 റെഡിയാക്കി വെച്ചു, തകർക്കരുത്. യെസ്. അപ്പൊ ചില കാര്യങ്ങൾക്ക് നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടില്ല. ആലോചിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലും രസകരമായിട്ട് നമ്മളങ്ങോട്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ വേറെ ലെവലാണ്. നിങ്ങളത് ആലോചിച്ച് വെക്കുകയും ചില ദിവസം നിങ്ങൾ കറി വെച്ച് കഴിയുമ്പോൾ നല്ല സമയമൊക്കെ എടുത്ത് ഒക്കെ ചെയ്തേക്കണത് ആസ്വദിച്ചു, പക്ഷെ ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. ചില ദിവസം നിങ്ങൾ ഈ പറഞ്ഞ അത്ര ദീർഘിക്കാനൊക്കെ ചെയ്തത് പക്ഷെ സംഗതിയായിട്ട് അങ്ങനെ വരാറില്ലേ? തിരക്കിട്ട് ചിലപ്പോൾ സംഗതിയൊക്കെ വെക്കും. കറക്റ്റ് ടൈമിങ് ആയിട്ട് വെക്കും, എല്ലാം കറക്റ്റായി. പക്ഷെ ഇതിന് വേണ്ടി മെനക്കെട്ട് ഒരു ദിവസം മുഴുവൻ നമ്മൾ മെനക്കെട്ട് ചെയ്യാനൊക്കെ വരുമ്പോൾ അത് അന്നത് ചളവായിട്ടുണ്ടാവും. യെസ്, ഓക്കെ. പണ്ട് ശ്രീനിവാസനോട് ചോദിച്ചു എന്താ തിരക്കഥ എന്ന് വെച്ചപ്പോ തിരക്കിട്ട് എഴുതുന്ന കഥയാണ് തിരക്കഥ എന്ന് പറഞ്ഞ പോലെ ചില കാര്യങ്ങളൊക്കെ 4 കാലിൽ വീഴും. പൂച്ചിനെ നമ്മൾ എങ്ങനെ വലിച്ചെറിഞ്ഞാലും അത് വീഴുമ്പോൾ 4 കാലിൽ വീഴുള്ളൂ, അല്ലാതെ തെറ്റി വീഴുമില്ല. യെസ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പൂച്ചകളെ പോലെയാണ്. യെസ്, എന്ത് കാര്യം പറഞ്ഞാലും ഓക്കെ ഐ ആം റെഡി, ഞാൻ റെഡിയാണ് എന്ന് പറയും. ഓക്കെ, ജിയ പറഞ്ഞില്ലല്ലോ. യെസ്, ജിയ വരുമെന്ന് വിചാരിക്കാം. ദെൻ സരിത, ആർ യു റെഡി? എന്താ പറയാ, ഹസ്ന പറഞ്ഞോളൂ. ഹസ്ന. First, I came to the bus stop. Next, I entered the bus. Then I paid the cash. After that, I reached the stop. Finally, I reached my home. Yes. ഹസ്നയുടെ ഈ ഭാവനയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഓക്കെ, ബസ് സ്റ്റോപ്പിൽ വന്നു, ബസ് വന്നു, ടിക്കറ്റ് എടുത്തു, വീട്ടിലെത്തി, മതി. യെസ്, കണ്ടോ? ഇങ്ങനെ വേണം. നമ്മൾ ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും വെറൈറ്റി ആണല്ലോ, അത് ഫീൽ ചെയ്യണം. യെസ്, അവിടെയാണ് ടീച്ചറിന്റെ ടാലന്റ് ഇരിക്കുന്നത്. യെസ്, വെരി ഗുഡ് ഹസ്ന, വെരി ഗുഡ്. ഓക്കെ. ഹസ്നയുടെ മനസ്സിൽ എവിടെയോ ഒരു കഥാകൃത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടോ? യെസ്, അതിനൊക്കെ ഇതിലേക്ക് എടുത്തു. പണ്ട് കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ എഴുതുക എന്ന് പറയുന്ന സംഗതിയൊക്കെ എവിടേക്കോ മറന്നു വെച്ചു പോയ ഒരു കലാകൃതിയുണ്ടെന്ന് തോന്നുന്നു, അല്ലേ ഹസ്ന? യെസ്, ഓക്കെ. ഹു ഈസ് കമ്മിങ് നെക്സ്റ്റ്? അടുത്ത ആരാണ്? അഫ്ന, പറഞ്ഞോളൂ അഫ്ന. First I see my little kid. Yes. Next I kiss my little one. Then she Yes. gave me 2 tomato to me. After that she called me Umma. Finally Yes. next week her first birthday. Yes. Okay, very good, Afna. Very good. Ranjini, are you ready? Yes. പറഞ്ഞോളൂ രഞ്ജിനി. രഞ്ജിനി കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. ഓക്കെ, രഞ്ജിനി. യെസ്, അപ്പൊ രഞ്ജിനി റെഡി ആയിട്ടുള്ള രഞ്ജുഷ, ആർ യു റെഡി?
യെസ്. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. യെസ്. ഓക്കെ, നമ്മള് ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്ന പോലെയാണ്. നമ്മളൊന്നും ഗ്രൗണ്ട് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് വിഷയങ്ങളിലേക്ക് കിടക്കാം, ടെക്സ്റ്റിലേക്ക് കിടക്കാം, അത് കുഴപ്പമില്ല. അപ്പോ ഞാൻ ഇത് പറഞ്ഞപ്പോ ഫസ്റ്റ്, നെക്സ്റ്റ്, ദെൻ ആഫ്റ്റർ ദാറ്റ്, ഫൈനൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല ഓക്കെ എനിക്കത് പറയാൻ പറ്റും, യെസ് എന്ന് പറയുന്ന ചെറിയൊരു കോൺഫിഡൻസ് കൊണ്ടുണ്ടാവും. എനിക്കറിയാം തുടങ്ങി വെച്ച വിദ്യ, ഓക്കെ വിദ്യ, ഓക്കെ ഇവർക്ക് ചെറിയൊരു കോൺഫിഡൻസ് മതി, അത്രയും വന്നാൽ മതി. പിന്നെ നമുക്ക് ഒരു 10 മാസം ഫ്രണ്ടിൽ കിടക്കുകയല്ലേ, ഇവിടെ നിന്ന് പോകെ റെഡി ആയിക്കോളും. യെസ്. 10 മാസത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പോകുന്ന ലാസ്റ്റ് ദിവസം ഞങ്ങളൊരു ചർച്ച വെച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടികളോട്, വേറൊരു മോണ്ടിസോറി ബാച്ചിലെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഇംഗ്ലീഷ് ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചമുണ്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു, നിങ്ങളുടെ കറക്റ്റ് നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയാൻ പറഞ്ഞു. അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ ഒരു കുട്ടി പറഞ്ഞത് വളരെ ടച്ചിങ് ആയ ഒരു കാര്യം പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വീട്ടിൽ ഒതുങ്ങിപ്പോയ ഒരാളാണ്, എൻ്റെ വീടിന്റെ 4 ചുമരുകൾക്കപ്പുറത്തേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കാനും പറയാനും, നേരത്തെ പറഞ്ഞില്ലേ പബ്ലിക് ടോക്കിന്റെ കോൺഫിഡൻസ്, ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്നാണ്. യെസ്. അപ്പൊ അത് തന്നെ നിങ്ങൾ പോകുമ്പോൾ പറയും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇന്ന് വിദ്യ വളരെ ഐശ്വര്യമായിട്ട് ആരംഭിച്ചു. വിദ്യക്ക് നല്ല ഐശ്വര്യമുണ്ട്. കാരണം വിദ്യ തുടങ്ങി വെച്ചപ്പോ വിദ്യ, നാൻസിയ, സ്നേഹ, നസീഫ, ജിയ, ആതിര, ഹസീന, അനീസ്, ബിസ്മി, രഞ്ജുഷ, ഷീല, മേരി ജിൻസി, നീനു, അസ്ല, അഫ്ന, ഞാൻ ആരെങ്കിലും പേര് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് എല്ലാവരും വളരെ കൃത്യമായിട്ട് പങ്കെടുത്തു. യെസ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഞാൻ നന്ദി പറയാണ്. സജീവമായിട്ട് ഇടപെടുക. യെസ്. എവിടെയൊക്കെ വെച്ച് മറന്നുപോയ നിങ്ങളില്ലേ, അതിനെ വീണ്ടും കൊണ്ടുവരിക. യെസ്. പ്രായം ഒന്നിനുള്ള തടസ്സമല്ല. യെസ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, 53-ാമത്തെ വയസ്സിലാണ് തിലകൻ സിനിമയിലോട്ട് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം ബാക്കി വെച്ച എത്രയോ മനോഹരമായ കഥാപാത്രങ്ങളുണ്ട്. യെസ്. അതൊരു നമ്പർ മാത്രമാണ്. യെസ്. ഒരു വർഷം 12 മാസമാണ് എന്ന് നിജപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ, അതൊരു പക്ഷേ ഒരു വർഷം എന്ന് പറയുന്നത് 20 മാസമാക്കിയിട്ടാണ് നിജപ്പെടുത്തിയിരുന്നെങ്കിൽ, സ്വാഭാവികമായിട്ടും 20 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു വയസ്സാവുള്ളൂ. അപ്പൊ പ്രായത്തെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദാറ്റ് ഈസ് ഓൺലി എ നമ്പർ. അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. തകർക്കുക, നമുക്ക് ഇംഗ്ലീഷ് പഠിക്കുക. യെസ്. ഞാൻ ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം കൂടിയിട്ട് ഞാൻ പോകെ പറയാം. അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ പ്രകടനം സൂപ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ഞാൻ ഓക്കെ ഇത് മനസ്സിലുണ്ട്. ഒരു ഡൗട്ട്, പറഞ്ഞോളൂ. ഇത് ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ ഇടുമ്പോ ഇംഗ്ലീഷിലൂടെ ഇടുവോ? എനിക്ക് മലയാളം വായിക്കാൻ അറിയാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ വീട്ടിൽ ചോദിക്കുന്നതാ. നിങ്ങളുടെ ഗ്രൂപ്പില്ലേ, നിങ്ങളുടേതായ ഗ്രൂപ്പില്ലേ, അതിന്റെ അകത്ത് കേസാണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, മെയിൻ ഗ്രൂപ്പില്. അപ്പൊ ഇംഗ്ലീഷിൽ വേണമെന്നാണ്, ഇംഗ്ലീഷിൽ വേണ്ടെന്നാണ്, എന്താണ് ഉദ്ദേശിച്ചത്? ഇംഗ്ലീഷിൽ വേണമെന്ന്. ഇംഗ്ലീഷിൽ വേണമെന്നുള്ളത് അല്ലേ? ഓക്കെ ഞാൻ അവിടെ അവതരിപ്പിക്കേണ്ട. യെസ്. ഓക്കെ റെഡി. പിന്നെ നിങ്ങൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയോ, നിങ്ങൾ മാത്രം നിങ്ങളുടേതായ കാര്യങ്ങൾ പറയാനും നിങ്ങൾക്ക് അതിൽ തൊട്ടെ. ഓക്കെ വെരി ഗുഡ്. അപ്പൊ രമ്യ, യു സൈൻ ഓഫ്. രമ്യ, first of all, I thank to Job sir for speaking English confidently. Then I thank to our friends for active response in the class. Thank you, sir. Thank you so much. ഓക്കെ ഗ്രൂപ്പിൽ അതിനെ ആഡ് ചെയ്യാം. യെസ്. അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോ മറക്കണ്ട, എന്താണ് സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കും കേട്ടോ. ഓക്കെ, we will meet in the next class. Till then, bye. See you. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay.